ചെറിയ പെരുന്നാൾ ദിനത്തിൽ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം കൈമാറി വെള്ളിയൂർ കാരുണ്യ മുസ്ലിം റിലീഫ് കമ്മിറ്റി ജനകീയ കൂട്ടായ്മയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമാണ് നടത്തിയത്. ലഹരിക്കെതിരെ നാട്ടുകാർ ഒന്നടങ്കം അണിചേർന്നു. കാരുണ്യ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് നിവാസികൾ, പൊതുജനങ്ങൾ, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കമ്മിറ്റി, തേലക്കര ശിവക്ഷേത്ര കമ്മിറ്റി, പേരാമ്പ്ര പ്രസ് ഫോറം, കരാട്ടെ ടീം, ജനകീയ വായനശാല, ക്യാപ്റ്റൻ ലക്ഷ്മി ട്രസ്റ്റ്, പ്രിയദർശിനി ട്രസ്റ്റ്, വ്യാപാര വ്യവസായി ഓട്ടോ കോർഡിനേഷൻ, മൾട്ടി ജിം, പിലാക്കുന്നത്ത് കൂട്ടായ്മ, നാഷണൽ സർവീസ് സ്കീം, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവ ചേർന്ന് 1000-ഓളം പേർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ RN ബൈജു ഉദ്ഘാടനം ചെയ്തു. പെരുന്നാൾ ദിനത്തിൽ ഇത്തരം പരിപാടികൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഒക്കെ പിറകിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപഭോഗം, അതായത് പുതിയ തലമുറ ലഹരി ഉപഭോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ചിന്താശേഷിയെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിനെ. ഗാനരചയിതാവ് രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാനുള്ള ലൈസൻസ് ഉള്ളത് മുതിർന്നവർക്കാണെന്നും സാഹചര്യങ്ങളാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ കാരുണ്യ പ്രസിഡന്റ് MK ഫൈസൽ അധ്യക്ഷനായിരുന്നു. പങ്കെടുത്തവർക്കെല്ലാം ലഹരിക്കെതിരെയുള്ള സന്ദേശമടങ്ങിയ തുണിസഞ്ചി വിതരണം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് പിരിച്ചി മമ്മു, മഹല്ല് ഖത്തീബ് മുബഷീർ വാഫി, കാരുണ്യ ജനറൽ സെക്രട്ടറി VM അഷറഫ്, മഹല്ല് ജനറൽ സെക്രട്ടറി KT അസൻ, PM ഷരീഫ്, എടവന സുരേന്ദ്രൻ, ET ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.